അച്ഛൻ കൂടി അറിഞ്ഞോണ്ട് തന്നെയാ ഇതെല്ലാം പ്ലാൻ ചെയ്തത്. അച്ഛൻ വന്നിട്ട് ഇത് പൊളിക്കാവുന്ന നേരത്തെ പറഞ്ഞോണ്ടാ ഞങ്ങൾ ഇത്രയും നേരം പിടിച്ചു നിന്നത്. നിനക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ, ആ പയ്യൻ നിനക്ക് യോജിച്ച ആളാണെങ്കിൽ, പിന്നെ ഇവിടെ ആർക്കാ അതിൽ എതിർപ്പ്? ആ അപ്പൊ നിനക്ക് പ്രേമിക്കാനൊക്കെ അറിയാല്ലേ? ഹരീഷ് സ്നേഹയെ വിളിച്ചപ്പോ നീയാണെന്ന് കരുതി അവൻ ഇവളോടൊരു ഉമ്മ ചോദിച്ചിരുന്നു. കാര്യം അറിയാതെ ഞാൻ ഇവളോട് കുറച്ച് ദേഷ്യപ്പെടുകയും ചെയ്തു. പക്ഷെ ഒന്ന് വിരട്ടിയപ്പോ ഇവള് സത്യം പറഞ്ഞു. ഓ അത് ശരി, അപ്പൊ അങ്ങനെയാണ് കളി. ഇതിന് അവൾക്കിട്ടൊരു പണി കൊടുക്കണമല്ലോ. എന്ത് പണി? ഒരു മുട്ടൻ പണി. ആ പണിയിൽ അവളങ്ങ് ഞെട്ടി വരയ്ക്കണം. അവൾക്ക് മുൻപില് ഭൂമി പിളർന്നു പോകുന്ന പോലെ തന്നെ തോന്നുകയും വേണം. അതിൽ ഈ നെല്ലിശ്ശേരി വീട്ടിലെ അവൾ ഒഴിച്ച് എല്ലാവർക്കും റോളുണ്ട്. എല്ലാവർക്കും നല്ല ഗംഭീരമായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന നല്ലൊരു ഉഗ്രൻ പ്രാങ്ക്. ഇപ്പോ എങ്ങനുണ്ട്? വീട്ടില്ലേ നീ? ആട്ടെ, ആ ചെക്കൻ സുന്ദരനാണോ? ഓ, ഫോണിൽ കൂടി അവൻ എന്തൊരു ഒലിപ്പീരായിരുന്നു. ഇവൾ അവന് ഉമ്മ കൊടുത്തു പോകുന്ന പോലും ഞാൻ പേടിച്ചു. അയ്യോ. അയ്യോ. എന്തൊരു നാണമാണ്. ആ പിന്നെ അവനെന്താ ജോലി? പാട്ടുകാരന്. ഓ, അപ്പൊ പാട്ടിലാണ് നീ വീണത്. പാട്ടാണ് താരം. മോൾക്ക് യോജിച്ച പയ്യനാണെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു എതിർപ്പില്ല. രണ്ട് മനസ്സുകൾക്ക് തമ്മിൽ സ്നേഹം തോന്നുന്നത് ഒട്ടും തെറ്റല്ല. എല്ലാം ആലോചിച്ചും കണ്ടും ചെയ്യാൻ ഇവിടെ അച്ഛനും ഏട്ടന്മാരും ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ.